പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂരത്തും ചാരത്തും ഇരുന്ന് രാവിലെ കാലമേ ഡിവോഷണൽ സ്റ്റഡീസ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ക്രൈസിസ് നേരിടേണ്ടി വരും. ഒരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് പിടിച്ചു കുലുക്കും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നാം ബിലീവ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിൻ്റെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചിലപ്പോൾ നാം ഇട്ടുപോകും, അല്ലേ? ഡു വി ട്രസ്റ്റ് ഗോഡ് ത്രൂ ദ ട്രയൽസ് ഹി അലൗസ്, ഓർ ഡു വി റിലൈ ഓൺ ദ പ്രോബ്സ് വി ഹാവ് ക്രിയേറ്റഡ് ഫോർ അവർസെൽസ്? നമുക്കറിയാം, യേശു കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതൊക്കെ നമുക്കറിയാം. പക്ഷേ അവിടെയും ശിഷ്യന്മാർ തുടക്കത്തിൽ നിലവിളിക്കുമായിരുന്നു യേശു കർത്താവിനോട്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി 10-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ. കാശിന് 2 കുരിയിൽ വിൽക്കുന്നില്ലയോ? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ ഗുരുവിലേനേക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവരല്ലോ. ഈ മക്കളെ, അത് നാം വിശ്വസിക്കുന്നുണ്ടോ? നാം വിശേഷതയുള്ളവരാണെന്ന്. യെസ്, നാം വിശേഷത ഉള്ളവരാണ്. ഞാൻ പറയട്ടെ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി അയച്ചത് കാണാതാണോ ഇരിക്കുന്നത്? അല്ല, കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലേ? സ്റ്റോം വന്നത് അവൻ അറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അവൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു. പക്ഷേ ഗലീല കടലിൽ തൻ്റെ ശിഷ്യന്മാർ ഭാരപ്പെട്ടു പോവുക. മനസ്സിലാക്കണമേ, എത്ര ബിസി ഡേ ആണെങ്കിലും, എത്ര വലിയ ക്രൗഡിനോട് യേശു കർത്താവ് പ്രസംഗിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും, അതൊക്കെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 4 ഏർലി ചാപ്റ്ററിലൊക്കെ കാണുന്നുണ്ട്. നമുക്കറിയാം, എപ്പോഴും വിശ്വാസത്തോടെ തൻ്റെ അടുത്ത് വരുന്നവരോട് യേശു സംസാരിക്കും. അത് ശിഷ്യന്മാർ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് ലെസൺ തൻ്റെ ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് യേശു കർത്താവ് അവരോട് പറയുമായിരുന്നു, നിങ്ങൾ പോകാൻ, അക്കരയ്ക്ക് പോകാൻ. യേശു കർത്താവ് അവരോട് പറയുമായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ പകലെല്ലാം അവർ തിയറി കേൾക്കുമായിരുന്നു ശിഷ്യന്മാർ. അവർക്കറിയാം യേശു അവരുടെ ഗുരുവാണെന്ന്, അല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഡിഡ് ദേ ട്രസ്റ്റ് ജീസസ് ആസ് ലോർഡ്? അവരുടെ കർത്താവായി അവർ യേശുവിനെ വിശ്വസിച്ചിരുന്നു. അവർ തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടിക്കൽ ലെസണിൽ കൂടെ പോയപ്പോൾ അവർ പല കാര്യങ്ങളും പഠിച്ചു. കാരണം അവർ തന്നെ ഭയപ്പെട്ടിട്ട് പറയുന്നുണ്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം എല്ലാം അറിയുന്നവനാണ്. ഗോഡ് ഈസ് ഓൾ നോയിങ്. പക്ഷേ നമ്മളുടെ ഈ ബലഹീനപ്പെട്ട മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ, നമ്മുടെ ഈ ലിമിറ്റഡായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെയൊക്കെ വ്യാരം നമുക്കെല്ലാം അറിയാമെന്ന്. ദൈവത്തെ പോലും വേണമെങ്കിൽ നാം തിരിച്ചു കയറി അങ്ങോട്ട് ഉപദേശിക്കും. നമ്മുടെ ദൈവം എല്ലാ സൃഷ്ടിയുടെയും ഉടയവനാണ്, അല്ലേ? സണ്ണിനെ, മൂണിനെ, കാറ്റിനെ, മഴയെ എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ അവനോട് ഒരു അപ്ഡേറ്റും ചോദിക്കേണ്ട കാര്യമില്ല. എത്ര കറുത്തിരുണ്ട കോളുകൾ വന്നാലും കാറ്റുകൾ വന്നാലും, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ പ്രതികൂലങ്ങളെല്ലാം എൻ്റെ കർത്താവിനറിയാം. ഇന്ന് നീ പോകുന്ന ഏതെങ്കിലും ഒരു പ്രതികൂലം നിൻ്റെ ഹൃദയത്തെ നോവിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ,
ആ വിഷയത്തിൻ്റെ ആരംഭവും അവസാനവും നല്ലവണ്ണം അറിയാവുന്നവൻ്റെ കരങ്ങളിൽ നാം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ദൈവം സർപ്രൈസ്ഡ് ആകത്തില്ല. ഹല്ലേലൂയ. അവൻ തൻ്റെ കരം നീട്ടിയാലുണ്ടല്ലോ, നമ്മൾ എവിടെ മുങ്ങിപ്പോകുന്നു എന്ന് തോന്നിയാലും അവിടെ നിന്ന് അവൻ നമ്മെ വലിച്ചെടുക്കും. കാറ്റും കോളും ഇല്ലാത്തൊരു ജീവിതമല്ല ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഗോഡ് ഡസൻറ്റ് പ്രോമിസ് us എ സ്റ്റോം ഫ്രീ ലൈഫ്, ബട്ട് ഇൻ ഹിം വി ആർ ഓവർകമേഴ്സ്. നമ്മൾ ജയാളികളാണ്. ഇൻ ഹിം വി ഹാവ് പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രയൽസ്. അവനിൽ നമുക്ക് സമാധാനമുണ്ട്. ഇൻ ഹിം വി നോ അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവനിൽ നമുക്ക് ഈ വിഷയത്തിൻ്റെ അവസാനം എന്താണെന്ന് അറിയാം. അവൻ നമ്മെ അക്കരെ തന്നെ കൊണ്ടുപോകും. കേട്ടോ ദൈവമക്കളെ, അതൊരു സേഫ് ഷൂറാണ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നിൻ്റെ പ്രശ്നത്തിൻ്റെ അങ്ങേ സൈഡിൽ അവൻ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ അവൻ്റെ ഉള്ളം കരത്തിൽ നമ്മുടെ നിത്യത വരെയും അവൻ നമ്മെ വഹിക്കും. അതുകൊണ്ട് ഒരിക്കലും നാം ഭാരപ്പെട്ടു പോകേണ്ട കാര്യം ഇല്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, പ്രൈസ് ഗോഡ്, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരിലുകളെ കഴിഞ്ഞും അതിനേക്കാൾ നാം വിശേഷമുള്ളവരാണ്. നമ്മുടെ തലയിൽ ഓരോ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുക. The very hairs of your head are all numbered, so don't be afraid. Don't be afraid. ദൈവപൈതലേ, പേടിക്കേണ്ട കുഞ്ഞെ, പേടിക്കേണ്ട. നമുക്ക് ചില കാറ്റുകളും കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് സർപ്രൈസ് തോന്നുമായിരിക്കും. പക്ഷേ ദൈവം സർപ്രൈസ്ഡ് അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ക്രൈസിസിൽ നമുക്ക് അവനോട് നിലവിളിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവൻ നന്നായി അറിയുന്നതാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണ്ടേ? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏത് വഴിയിൽ കൂടെ കൊണ്ടുപോയാലും പ്രൈസ് ഗോഡ്, ദൈവം നമ്മെ സൂക്ഷിക്കും. നമ്മളെന്ത് ചെയ്യണം? കർത്താവ് പറയുമ്പോൾ ഫൈൻ ഗോഡ്, ഐ വിൽ ഒബേ യു എന്ന് പറഞ്ഞിട്ട് നാം അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ ചിന്തിക്കുന്നതെങ്കിലും, നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലും, ഞാൻ പറയട്ടെ, യേശു കർത്താവിനത് മനസ്സിലാകും. നമ്മുടെ വിചാരങ്ങളെയും നിരൂപണങ്ങളെയും അന്തരംഗങ്ങളെയും വികാരങ്ങളെയും നല്ലവണ്ണം മനസ്സിലാക്കുന്നൊരു ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് കാറ്റ് വന്നാലും മഴ വന്നാലും തിരമാല ആഞ്ഞടിച്ചാലും നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ ജീവിതമാവുന്ന ബോട്ടിലേക്ക് വെള്ളം എരച്ച് കയറുകയാണെങ്കിലും, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിറഞ്ഞ് വന്ന് നമ്മൾ മുങ്ങിപ്പോകുമെന്ന് തോന്നിയാലും, ഞാൻ പറയട്ടെ, ഒറ്റ വാക്കിൽ സകലത്തെയും അടക്കുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെ സേവിപ്പാനിടയായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമായി നമുക്ക് കരുതാമേ. അവരുടെ ജീവിതം ഡേഞ്ചറസ് പൊസിഷനിലായി എന്ന് മനസ്സിലായപ്പോഴാണ് അവർ ദൈവത്തെ ഉണർത്തിയത്. അതുവരെ യേശു കർത്താവിനെ അവർ ഉണർത്തിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവർക്കറിയാം ദൈവം അവരുടെ ഒരു ഗ്രേറ്റ് ടീച്ചറാണ്, അല്ലേ? യേശു കർത്താവ് ഒരു കാർപ്പൻ്ററിൻ്റെ മകനാണ്, ഒരു ഫിഷർമാനല്ല, അല്ലേ? ഇവരാണെങ്കിൽ കടലും ബോട്ടും മീനും വള്ളവും എല്ലാം കണ്ടു പഠിച്ചവരാ, അല്ലേ? വെള്ളവും വള്ളവും കണ്ടവരാ. അപ്പം അവരോർത്ത് കാണും, അവരുടെ സ്കിൽസും അവരുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും ഒക്കെ മതി. നോ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നാം റെഡിയായിരിക്കണം. അതുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സ്റ്റോംസിനോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്തുവാ? നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റീവ് റിയാക്ഷൻ എന്തുവാ? ആദ്യം ദൈവത്തോടാണോ നമ്മൾ തിരിഞ്ഞ് ചോദിക്കുന്നത്? ദൈവത്തിങ്കിലേക്കാണോ നാം നോക്കുന്നത്? അതോ അവൻ നമ്മുടെ ലാസ്റ്റ് റിസോർട്ടാണോ? ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു റിസോഴ്സസിലും നമ്മുടെ ഒരു കണക്ഷൻസിലും നമ്മളുടെ ഒരു എക്സ്പീരിയൻസിലും നമ്മളുടെ ഒരു സ്കില്ലിലും നമ്മുടെ പണത്തിലും നമ്മുടെ ഇൻഫ്ലുവൻസിലും ഒന്നും നാം ആശ്രയിക്കാൻ പോകരുത്. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ടേൺ ടു ജീസസ്. ഈ സ്റ്റോംസൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ഇൻസഫിഷ്യൻസിയാണ് അത് വെളിവാക്കുന്നത്. സ്റ്റോംസ് വെളിവാക്കുന്നത്
നമുക്ക് യേശുവിനെ എപ്പോഴും ആവശ്യമാണ്. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഹെൽപ്ലെസ്നെസ്സിൽ നമ്മളെ സ്റ്റിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുവാൻ. വേവ്സ് നമ്മെ ത്രട്ടൻ ചെയ്യുമ്പോൾ, നമ്മെ എൻഗൾഫ് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സിൽ നമുക്ക് ക്ലിങ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഡിഗ്രിയിൽ നമുക്ക് ക്ലിങ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ റിസോഴ്സിലൊന്നും നമുക്ക് ക്ലിങ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ക്ലിങ് ഓൺ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കർത്താവിൽ മാത്രം. ആ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടം ഓടി തീർക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.